ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ കരീം. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ഫസ്റ്റത്തെ നോമ്പ്? നമ്മളുടെ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതെ നല്ല റാഹത്തായിട്ട് തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇഫ്താർ വ്ളോഗാണ് കേട്ടോ അത്. സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് പത്തിരിക്ക് കൂട്ടാനായിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കറി ഇമ്മ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇവിടെ അനിയനക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ നോമ്പല്ലേ, അപ്പം അവൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി ആക്കുന്നുണ്ട്. എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചിക്കനേക്കാളും നമുക്ക് മുട്ടയും അങ്ങനത്തതൊക്കെയാണ് എനിക്കിപ്പോൾ ഇഷ്ടമുള്ളത്. ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നത്. നേരത്തെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഇമ്മൻ്റെ കുക്കിംഗ് ഒന്നും നടക്കില്ല ഇവിടെ. കാരണം എനിക്ക് തന്നെ ഈ ഒരു ഫുള്ള് കൗണ്ടർ ടോപ്പ് ആവശ്യമുണ്ടാവും. അങ്ങനെ ഞാൻ ചിക്കൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്നാക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അങ്ങനത്തെ നല്ല ഇറച്ചിയുള്ള പീസസ് അമ്മ മാറ്റി വെച്ചെന്നതേനി. അപ്പോൾ അത് ഫ്രീസറിലേനു. അങ്ങനെ ഞാനത് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി. ഇനി ഇത് കഴുകിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഇങ്ങനെ തണുപ്പ് പോകാനൊന്നും നിൽക്കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് കുക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിക്കൻ നല്ലോണം ഒന്ന് കഴുകി എടുക്കുകയാണ്. ഓൾറെഡി ഉമ്മ കഴുകി വെച്ചതാണ്, എന്നാലും ഒന്നും കൂടെ കഴുകി എടുത്തിട്ട് അത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇപ്പം ഇവിടെ കഴിക്കാനായിട്ട് ഞാനും അനിയനും ഉമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എൻ്റെ നടുവത്തെ അനിയനൊന്നും ഇപ്പം ഇല്ല, നാട്ടിലില്ല, ആൾ സൗദിയിലേക്ക് പോയതാണ്. അപ്പോൾ പിന്നെ ആകെ കുറച്ചുണ്ടാക്കിയാൽ മതി നമുക്ക്. പിന്നെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പം ഇത്രയും ചിക്കനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഷവർമ ഫില്ലിങ് വെച്ചിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് മയോണൈസ് വേണം. മയോണൈസ് എനിക്ക് ഈ മുട്ട വെച്ചിട്ടുള്ളത് വലിയൊരു ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മയോണൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും കൂടെ കഴുകിയിട്ട് ആ ചിക്കൻ്റെ കൂടെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ ഒരു ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്, ഒന്നല്ല ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും. അത് കൂടുതലാണ്, എനിക്ക് തോന്നുന്നു 1 കപ്പ് വെള്ളം തന്നെ മതിയാവുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെ ഒട്ടുമിക്ക എല്ലാ ഇഫ്താർ ടൈമിലുള്ള വീഡിയോയിലും ഈ മയണൈസിൻ്റെ റെസിപ്പി ഉണ്ടാവും. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതാ കുക്കർ അടച്ചിട്ടുണ്ട്, നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വെച്ചാൽ തന്നെ മതി. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ലോണം വെന്തോട്ടേന്ന്, അങ്ങനെ ഞാൻ 3-4 വിസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഷവർമൻ്റെ ഫില്ലിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ എടുക്കുകയാണ്. ഇതിപ്പം റമദാൻ ആയതുകൊണ്ട് കുറേ വെജിറ്റബിൾസും ഇങ്ങനെ ഒക്കെ താഴത്ത കള്ളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ വിസിൽ ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൂടുതലേനോ തോന്നുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടേനു. പിന്നെ ഒരു കുഞ്ഞ് ക്യാബേജിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. വലിയ ക്യാബേജേനു, ഇനി ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അത്രയും മതി, കാരണം ഈ ഫില്ലിങ് തന്നെ ബാക്കിയേനു ഉണ്ടായിനത്. ഞാൻ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്രയും ഫില്ലിങ് ഉണ്ടേന് കേട്ടോ, കാരണം ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ കുറേ ഉണ്ടാവും. ഞാനിനി എല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് കഴുകിയെടുക്കുകയാണ്. ഇനി ഇതൊക്കെ നല്ല ചെറിയ പീസസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ കത്തിയോണ്ട് നമ്മൾ മുറിക്കാൻ നിന്നാൽ കുറേ സമയമാവും, പിന്നെ അത്ര നൈസായിട്ട് കിട്ടുമില്ല. അതുകൊണ്ട് ചോപ്പറിലിടാമെന്ന് വിചാരിച്ച് തക്കാളി ഇടണില്ല, ബാക്കിയെല്ലതും ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഞാൻ ക്യാരറ്റ് ഇട്ടിട്ട് ആക്കുന്നുണ്ട്. ഈ ചോപ്പർ ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതാണ്, ഏതാണ്ട് ഒരു 3 വർഷമായിട്ടുണ്ടാവും തോന്നുന്നത്. ഇതുവരെ അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച പോവലോ അല്ലെങ്കിൽ ഒരു ഡാമേജും വന്നിട്ടില്ല കേട്ടോ. നല്ലൊരു ചോപ്പറാണ്, പിജിയണ്ടാണ് കേട്ടോ അത്. പ്രൊമോഷനൊന്നല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് പറയണതേ ഉള്ളൂ. വേറെയും ചോപ്പർ ഉണ്ട് ഇവിടെ, നമ്മുടെ അഗാറോൻ്റെ ചോപ്പറുണ്ട്, പക്ഷെ അത് ഇതുവരെ ഇടയ്ക്ക് മാത്രമേ എടുക്കലുള്ളൂ. ഈ ചോപ്പറാണ് സ്ഥിരമായിട്ട് എടുക്കലുള്ളത്. അമ്മ ചക്ക വരെ ഇതിൽ ചോപ്പ് ചെയ്യലുണ്ട്, അത്രയും നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് ഇതിൻ്റെത്. നമ്മൾ ഇടിച്ചക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചക്ക വരെ ഇതിൽ ചോപ്പ് ചെയ്തിട്ടാണ് ഉമ്മ ആക്കലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റും പിന്നെ ക്യാബേജും ചോപ്പ് ചെയ്തെടുത്തേന്.
പിന്നെ ഇപ്പോൾ ഞാൻ ഒറ്റൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒരു 3-4 പീസായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 വലിയ അലിച്ചാൽ തന്നെ നല്ല ഫൈനായിട്ട് ചോപ്പായിട്ട് കിട്ടും. ഈ ഒരു സൈസിലായാൽ മതി. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിൽക്കായിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. ഷവർമൻ്റെ ഫില്ലിങ് അതിൽ റെഡിയാക്കുക. അതിന് മുന്നേ ചിക്കൻ ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. നമുക്ക് ചിക്കനും ചോപ്പറിലിട്ടിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലോണം വെന്താണ് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതിന് ആവശ്യമുള്ളത് മാത്രം ഇപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് എടുത്ത് മാറ്റാണ്. ചിക്കൻ സ്റ്റോക്കും ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു റെസിപ്പിക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പം വെച്ചിട്ട് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിതാ ഇങ്ങനെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഞാനിത് പെട്ടെന്ന് പണി തീരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പാലൊന്നും തിളപ്പിച്ചതില്ലേനി. അപ്പോൾ ഇനി തിളപ്പിച്ചിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഷവർമ ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് ബ്രെഡ് ഷവർമ പോക്കറ്റാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് 2 ബ്രെഡ് ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു നല്ല വട്ടത്തിലുള്ളൊരു മൂടി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 ബ്രെഡും കൂടെ സ്റ്റിക്കായിട്ട് വരുന്നേനോ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായത്. പക്ഷേ എൻ്റെ ബ്രെഡിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല, രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ ഈ ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞു പോരുന്നുണ്ടേനോ. അപ്പോൾ ഞാൻ എക്സ്പയറി ഡേറ്റ് നോക്കി, പക്ഷേ ഡേറ്റ് ഉള്ള ബ്രെഡാണ്. എന്താണെന്നറിയില്ല, ഇങ്ങനെ പൊടിഞ്ഞു പോരുന്നൊരു സൈസ് ബ്രെഡ്. അപ്പോൾ പിന്നെ ഇനി ആ ബ്രെഡ് ഷവർമ പോക്കറ്റ് ഉണ്ടാക്കണേ നടക്കില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ആക്കണം. ഇപ്പോൾ ചിക്കൻ ചൂടാറി കഴിഞ്ഞപ്പം ഞാനത് ചോപ്പറിലേക്ക് ഇട്ടിട്ട് ചിക്കനും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. എന്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യണമെന്ന് ഇപ്പം ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മയണൈസും ഒക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തേണേ. പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ഈ പാലിനൊന്നും ഞാനങ്ങനെ പ്രത്യേകിച്ച് അളവ് നോക്കിയിട്ടില്ല, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി വിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടില്ലാത്ത പോലാണ് കേട്ടോ ഉണ്ടാവുക. പക്ഷേ അത് വിചാരിച്ചിട്ട് അപ്പം കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇപ്പം ഞാൻ ഇത്തിരി ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇനി കൂടുതൽ പൊട്ടറ്റോ ചേർക്കാൻ നിൽക്കരുത്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ തിക്കായിട്ട് വരും. അപ്പോൾ പിന്നെ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇത്തിരി ലൂസിൽ നിന്നോട്ടെ, പ്രശ്നമില്ല. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മയണൈസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബൗളുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മൻ്റെ കറിൻ്റെ പരിപാടിയും ഒക്കെ നോക്കുന്നുണ്ട്. കറി ഇപ്പോഴാണ് ഉമ്മ തേങ്ങ വറുത്തരച്ചത്, എന്നിട്ട് അത് വറവിടാണ്. ഞാൻ സ്നാക്ക് ഉണ്ടാക്കൽ മാത്രമേ ചെയ്യലുള്ളൂ. ബാക്കി കറി ഉണ്ടാക്കുക, ജ്യൂസ് അടിക്കുക, പത്തിരി ഉണ്ടാക്കുക, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, അതൊക്കെ ഉമ്മ തന്നെയാണ് ഇപ്പോൾ ചെയ്യണത്. അല്ലെങ്കിൽ അനിയെ ഹെൽപ്പ് ചെയ്യാൻ വരുമേനു, ഓനിപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ബാക്കിയൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യൽ. ഇനി ഇതാ ഞാൻ വെജിറ്റബിൾസ് ഓരോന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഉള്ളി ചേർത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മളെ ക്യാബേജ് എല്ലാം ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചിലതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കണ പോലെ തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിൽക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആ വെജിറ്റബിൾസിലൊന്നും ഉപ്പില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് വേറെയും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യൂക്കമ്പർ ചേർക്കുക, പിന്നെന്താ പറയുക, നമ്മുടെ പിക്കിൾഡ് ആയിട്ടുള്ള എന്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡിനെ വിടാനായിട്ട് വിചാരിച്ചിട്ടില്ലേ, അപ്പം ബ്രെഡ് കുറച്ച് വെള്ളത്തിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അത് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഫില്ലിംഗ് ഒന്ന് ആക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് ഇതിനും പറ്റുന്നില്ലേനു, ഇങ്ങനെ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടേനു. എന്താണെന്നറിയില്ല, ആ ബ്രെഡിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ ഇതുപോലെ ആക്കി നോക്കി.
അങ്ങനെ കഴിയുന്നില്ലേനി കേട്ടോ, ജസ്റ്റ് ഒരെണ്ണം മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളേനി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാ ബ്രെഡും കൂടെ കുറച്ച് വെള്ളമൊക്കെ കണ്ട് കുഴച്ചിട്ട് ഒരു മാവ് പോലെ പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത്, എന്നിട്ട് അത് ഉരുട്ടി നോക്കി. അപ്പോൾ പിന്നെയും നല്ലപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ ടേസ്റ്റ് വേറെ പോലെ ആവും. നമ്മൾ നേരത്തെ ചെയ്ത പോലല്ല, കുഴച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ടൊരു കുത്തുന്ന ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ ആകെ ഒരു 5 മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളേനു. ബാക്കിയുള്ളത് വേറെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം ഫ്രിഡ്ജിൽ സമൂസേൻ്റെ ഷീറ്റ് ഇരിക്കുന്നുണ്ടേനി. അപ്പം സമൂസ ഷീറ്റിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഷവർമ സമൂസ ആയല്ലോ, അങ്ങനെ അതും ആക്കുന്നുണ്ട്. ഇത് നമുക്ക് നോറ്റ് വീട്ടാനുള്ള നോമ്പുകളുണ്ടാവല്ലോ, അത് വീട്ടുന്ന സമയത്ത് വാങ്ങിയിട്ടുള്ളതേനു ഈ സമൂസേൻ്റെ ഷീറ്റ്. അപ്പം കുറച്ചൊരു ഉറപ്പായി വന്നിട്ടുണ്ട്. എന്നാലും സാരമില്ല, ഫില്ല് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടേനു. ഇത് റോൾ ചെയ്യുന്ന വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടേനി, അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ആദ്യം ഒരു ലീഫ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കോണ് പോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണൊക്കെ വെച്ചാൽ മതി. ഓവർ ഫില്ലിങ് ആയി കഴിഞ്ഞാൽ നമുക്കിത് മടക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫില്ലിങ് മാത്രം വെക്കുക. എന്നിട്ട് പിന്നെ മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് സൈഡ് ഒട്ടിച്ച് കൊടുക്കുക. അത്ര പണിയുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ആളെ എണ്ണീട്ടാണ് സ്നാക്ക് ഉണ്ടാക്കലുള്ളത്. അത് കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇവിടെ ബാക്കിയായിട്ട് കിടക്കും. കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അപ്പോൾ അതുകൊണ്ട് 6 സമൂസയാണ് ഇപ്പോൾ ഞാൻ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇനി അത് പൊരിച്ചെടുക്കണം. എന്നിട്ടും ഫില്ലിങ് ബാക്കിയുണ്ടേനെ. അപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയ സമയത്ത് പൂരി ഉണ്ടാക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുണ്ടേനു. അപ്പം പാനിപ്പൂരി ഷവർമയും ആക്കാമെന്ന് വിചാരിച്ച് ഒക്കെ ഇങ്ങനെ അപ്പോൾ തോന്നുന്നത് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിന്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പൂരി. ഇത് പാനിപ്പൂരി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ നാട്ടിലും ഇത് കിട്ടാനുണ്ട്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറേ പൗഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പാനിപ്പൂരിക്കുള്ള ആ പൗഡേഴ്സൊക്കെ ഉണ്ടായിനി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൂരി മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഈ പൂരി നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം കേട്ടോ. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട്. പാനിപ്പൂരിൻ്റെ റെസിപ്പിയിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. പാനി ഉണ്ടാക്കുന്നതും പൂരി ഉണ്ടാക്കുന്നതും അതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇല്ലാത്തവർ വേണമെങ്കിൽ അത് നോക്കിയിട്ട് അതിലെ പോലെ പൂരി ഉണ്ടാക്കിയെടുത്താൽ മതി. അത് നല്ല സിമ്പിളാണ്. കുറച്ച് മൈദയും റവയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. ഇതാവുമ്പോൾ നല്ലോണം വീർത്ത് വരും. പിന്നെ കുറേ സമയം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അത് ഫില്ല് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ പൊരിക്കാനുള്ളതെല്ലാം ആദ്യം തന്നെ ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇനി ഓയിൽ ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ സമൂസ പൊരിച്ചെടുക്കുകയാണ്. ഈ സമൂസ പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, തീ കൂട്ടി വെക്കാനേ പാടില്ല കേട്ടോ. തീ കൂടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കളറ് നല്ല ബ്രൗൺ കളറായിട്ട് വരും. പക്ഷേ ഉള്ളിലുള്ള ആ ലീഫ് ഉണ്ടല്ലോ, നമ്മൾ 2 ചുറ്റായിട്ടാണ് ഇത് ചുറ്റിയിട്ടുള്ളത്. അപ്പം ഉള്ളിലത്തെ ലീഫ് വല്ലാതെ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. തീ കൂടാനേ പാടില്ല. അത് ശ്രദ്ധിക്കട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇവിടെ പത്തിരി ചുടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും കൂടെ ഒരു കിച്ചണിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും സ്ഥലം ഉണ്ടാവില്ല. അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ടേനു കേട്ടോ, നേരത്തെ ചെയ്തുകൂടെ എന്നൊക്കെ. അങ്ങനെ അമ്മൻ്റെ പത്തിരിപ്പണിയൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇൻ്റെത് ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് അപ്പുറത്തും ഒരു കിച്ചൺ ഉണ്ട്, അവിടെ വെച്ചിട്ടേനും ഉമ്മ സാധാരണ ഇത് ചുടലുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര ചൂടല്ലേ ഇപ്പം, അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. പിന്നെ ഞാൻ ആ ബ്രെഡിൻ്റെ സംഭവം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇത് കുറച്ച് സമയം വെച്ചിട്ട് പൊരിച്ചെടുക്കേണ്ട പോലെ തോന്നി, കാരണം ബ്രൗൺ കളർ ആവുന്നേ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം സമയം വെച്ചിട്ടാണ് അത് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതാ നമുക്ക് പാനിപ്പൂരി നമ്മളെ ചിക്കൻ ഷവർമ പൂരി ഫില്ല് ചെയ്തെടുക്കുക. പൂരിയൊക്കെ ഞാനിങ്ങനെ ഹോൾസ് ആക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഫ്ലോപ്പായി പോവുമോ എന്നൊന്നും അറിയില്ലേനു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഒരു 8-10 പൂരി മാത്രമേ ഉള്ളൂ. അതിൽ വെച്ചിട്ട് നോക്കിയിട്ട് ഇനിയിപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ, അടുത്ത ദിവസമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ ചെയ്യണത്. ഫില്ലിങ് ഞാൻ മൊത്തത്തിൽ നല്ലോണം നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ വെള്ളം ആക്കണില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മല്ലിച്ചപ്പിൻ്റെ പാനി ആക്കുമല്ലോ, അതും ഇതിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുന്നതല്ലേ, അപ്പം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം മല്ലിച്ചപ്പ്, പുതിന, പിന്നെ പച്ചമുളക് അതെല്ലാം കൂടെ അരച്ചിട്ടുണ്ടാക്കുന്ന പാനിയല്ലേ, അത് കഴിച്ചു കഴിഞ്ഞാൽ ഇനി വയറിന് വല്ല പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതാക്കാഞ്ഞത്. ഇതിൻ്റെ മേലേക്കായിട്ട് ഞാൻ കുറച്ച് മയണൈസ് ആക്കുന്നുണ്ട് കേട്ടോ. മയണൈസ് ലൂസാക്കിയത് നന്നായി, കാരണം ഇതിൽ നമുക്ക് നല്ലോണം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ കുറച്ച് കെച്ചപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ. നമ്മൾ ഷവർമ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു മല്ലിയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം, നല്ല ഭംഗിയുണ്ടാവും.
ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അമ്മ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മളെ സ്നാക്സും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ആകെ ഒരൊറ്റ സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അടുക്കള കയറിയത്. പക്ഷേ ഒറ്റ ഫില്ലിങ് വെച്ചിട്ടാണ് നമുക്ക് 3 സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഷവർമ സമൂസ, പിന്നെ ആ ഒരു ഷവർമൻ്റെ ബ്രെഡ്, അതുപോലെ തന്നെ ഷവർമ പാനിപൂരി, അത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കറിയും പത്തിരിയൊക്കെ നമ്മൾ ഇപ്പം തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ജ്യൂസ് ഉണ്ടാക്കിയത് റോബസ്റ്റ് പഴത്തിൻ്റെ ജ്യൂസാണ്. റോബസ്റ്റും പാലും കൂടെ ഇട്ടടിച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് തന്നെ ഫസ്റ്റത്തെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സ്നാക്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഷവർമ പാനിപൂരി എനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും പിന്നെ മയണൈസിൻ്റെ ടേസ്റ്റും ഫില്ലിങ്ങും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരു വെറൈറ്റി സ്നാക്കും കൂടെ ആണല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. പിന്നെ നിങ്ങളെ ഫസ്റ്റത്തെ നോമ്പ് എങ്ങനെ ഉണ്ടേനിന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. നമുക്കിവിടെ ചൂടിൻ്റെ കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ഷവർമ സമൂസൊക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്നേ ഞാൻ അതിൻ്റെ റെസിപ്പി മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓൾറെഡി നമ്മൾ കഴിച്ച് ശീലമുള്ളതാണ്, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇതേനും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടായത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മയണൈസ് കട്ടിയാവുമെന്ന്. അപ്പം നിങ്ങൾക്ക് മേലെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, കുറച്ച് കട്ടിക്കാണ് അത് നിൽക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഒക്കെ നല്ല ഹൈറൈറ്റ് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഇഫ്താർ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാ ദിവസവും ഇഫ്താർ വ്ലോഗ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റിയാൽ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്